ഹലോ, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹലോ പറഞ്ഞപ്പോൾ അതിൽ പേടിച്ച ഗൈസ്, എൻ്റെ ഹലോ വല്ലാത്തൊരു ഹലോ ആയിപ്പോയില്ലേ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നേരത്തെ നീച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണോ വേണ്ടയ്ക്ക് മഴ കണ്ടിട്ട് ഇങ്ങനെ ആകെ മനസ്സിനൊരു സമാധാനം ഇല്ല കേട്ടോ. അപ്പോൾ വേണോ വേണ്ട വെച്ചിട്ടുള്ള വീഡിയോ എടുക്കൽ തന്നെയാണ്. മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണോ ഒന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇക്കാനോട് പോയി പറഞ്ഞു, കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കേണ്ട, മഴയാണ്, നല്ല ഇരുട്ട് കുത്തിയിട്ട് മഴ വരുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ആയി, എല്ലാ സംഭവങ്ങളൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്, ചോറിനൊക്കെ അരിയൊക്കെ ഇട്ടു, എല്ലാം ആയി. പക്ഷേ കണ്ടില്ല എന്ത് മഴ പെയ്യണമെന്ന് നോക്ക്. എനിക്ക് ഈ മഴ പെയ്യുമ്പോൾ ഭയങ്കര വിഷമാട്ടാ, ഭയങ്കര ഇടങ്ങാറാണ്. അപ്പോൾ ഈ മഴ ഇങ്ങനെ നിൽക്കണേ ഇല്ല, വെയിൽ കണ്ടിട്ട് കുറേ ദിവസമായി, ഒരു വെളിവ് വരുന്നേ ഇല്ല. അപ്പോൾ മനസ്സിനൊരു വിഷമല്ലേ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുമ്പോൾ. എന്താ വെച്ചെങ്കിൽ ഓരോ പൊട്ട ചിന്തകളാണ് മനസ്സിലേക്ക് വരിക ഈ മഴക്കാർ ഇങ്ങനെ നിൽക്കുമ്പോൾ. അങ്ങനെയാണല്ലേ, എല്ലാവർക്കും അങ്ങനെയാണോ, എൻ്റെ പോലെയാണോ ഒന്നും അറിയില്ല എന്ന് കമൻറ്റ് ഇടട്ടാ. അപ്പോൾ പൂച്ച കണ്ടൊക്കെ എടുക്കണ് പളിങ്ങി കിടക്കട്ടാ. ഭയങ്കര തണുപ്പല്ലേ, സുഡു അല്ലാട്ടോ, അത് വേറെ പൂച്ച. സുഡുവിന് ഞാൻ നല്ല പടപടച്ചിട്ടുണ്ട്. അവനിങ്ങനെ വരുമ്പോഴേക്ക് വല്ലാണ്ട് ഇനി അടുപ്പിച്ച് ശരിയാവില്ല. ഭക്ഷണമൊക്കെ അത്യാവശ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്, വല്ലാണ്ട് അടുപ്പിക്കണില്ല അങ്ങനെ. അപ്പോൾ ഇവരൊക്കെ നല്ല ഉറക്കാട്ടാ. ലൈറ്റ് ഇട്ടപ്പോൾ കുഞ്ഞോളെ കണ്ണ് പൊളിച്ചിട്ട് അവൾ വേഗം ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടാ. ഭയങ്കര ഉറക്കാക്കി നീപ്പിക്കാൻ തന്നെ തോന്നണില്ല സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ. അങ്ങനെ ഞാൻ ഉണ്ണിമോളോട് ചോദിച്ചു, ഉണ്ണിമോൾ എനിക്ക് സ്കൂളിലേക്ക് പോകണോ വേണ്ടേന്നൊക്കെ ചോദിച്ചിട്ടാ. എന്നാലും അവൾക്ക് സ്കൂളിൽ ഒരുപാട് നോട്ട് എഴുതി തരും, വെച്ച് എന്തായാലും പോകണം. എന്നിട്ട് അവൾ നീച്ച വശം അനുശ്രീയുടെ വീട്ടിലേക്കൊക്കെ പോയി അനുവിൻ്റെ കൂടെ പോയി ചോദിച്ചു നീ പോകണ്ടോന്ന്. അപ്പോൾ അവളൊക്കെ റെഡി ആയിക്കണു. അപ്പോൾ വേഗം മേലൊക്കെ കഴുകി പല്ലേക്കിലും ചടപടേന്ന് വെച്ചിട്ട് അവൾക്ക് വെച്ചെങ്കിൽ കുറേ എഴുതാൻ കൊടുക്കട്ടെ ടീച്ചർ. പിന്നെ ക്ലാസ്സിൽ മുടങ്ങി കഴിഞ്ഞാൽ എന്താ പുതിയത് ക്ലാസ് എടുത്താൽ പിന്നെ ഒന്നും മനസ്സിലാവില്ല. ഒരു ദിവസം തന്നെ എന്താ പറയുക, പനിയൊക്കെ ആയിട്ട് മുടങ്ങിയിട്ട് മാത്സ് ഒന്നും മനസ്സിലാവണില്ല. എന്നിട്ട് ടീച്ചറുടെ അടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവൾ വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സ്വഭാവമാണ്. അപ്പോൾ അത് കാരണം എന്തായാലും അവൾ എത്ര റിസ്ക് എടുത്താലും വേണ്ടിയില്ല വെച്ചിട്ട് സ്കൂളിലേക്ക് പോയിട്ട് അവൾ. അപ്പോൾ പയറൊക്കെ ഞാൻ പൊട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി ആകുമ്പോൾ എന്നോട് പറഞ്ഞു നീ എന്നെ നേരത്തെ വിളിച്ചോ, ഞാനൊക്കെ ശരിയാക്കി തരാം പറഞ്ഞ ആളാട്ടോ. എന്നിട്ട് നല്ല ഉറക്കമാണ്. പിന്നെ എനിക്ക് ഉറങ്ങുന്ന ആൾക്കാരെ എനിക്ക് ശല്യപ്പെടുത്തേക്ക് ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ഓരോന്നും പറയാനും പോയില്ല കേട്ടോ. പിന്നെ ഇക്ക പറയും ഈ ഒന്നും വിളിക്കൂല, എന്നിട്ട് അമ്മ പറഞ്ഞ് കിടി പറഞ്ഞിട്ട് എന്നോട് തല്ലൂടാനല്ലേ എന്നൊക്കെ പറയും. അത് കാരണം ഒരു അക്ഷരം മിണ്ടിയില്ല കേട്ടോ. ഞാൻ ഇഡ്ഡലി അല്ലേ അതങ്ങനെ ആയിക്കോളൂ. ആ നേരം കൊണ്ട് ഞാൻ പയറൊക്കെ അരിഞ്ഞെടുത്തു. പിന്നെ കൊള്ളി ഉണ്ടായിരുന്നു, കൊള്ളി ഇന്നലെയൊക്കെ വൈകുന്നേരം ആകുമ്പോൾ എന്നൊക്കെ തൊലി കളഞ്ഞ് ചെത്തി കഴുകി വൃത്തിയാക്കി വെച്ച് തന്നു കേട്ടോ. ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ചേക്കായിരുന്നു. അത് കാരണം ഭയങ്കര എളുപ്പമായി. അപ്പോൾ അങ്ങനെ എന്തായി, കൊള്ളിയൊക്കെ ഞാൻ കടുകൊക്കെ പൊട്ടിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൊള്ളി. കുറേ ദിവസമായി ഇവിടെ കൊള്ളി മേടിച്ചിട്ട്. അങ്ങനെ അവളുടെ മുടിയൊക്കെ കെട്ടൽ കഴിഞ്ഞു. അവൾ തന്നെ പാവാടിയും ഷർട്ടും കോട്ടൊക്കെ ഇട്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ബാഡ്ജൊക്കെ കുത്തി അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിലാട്ടോ. അപ്പോൾ എനിക്ക് ഉമ്മൊക്കെ തന്നു, എല്ലാവർക്കും ഉമ്മ കൊടുത്ത് പോവുകയാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ സലാം പറഞ്ഞിട്ട് പോവാം. അപ്പോൾ ഈ മഴ കാരണം കുട്ടികൾ പോണ നേരത്ത് മഴ, വരുന്ന നേരത്ത് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് മഴയ്ക്ക് ഒരു ക്ഷാമമില്ല കേട്ടോ. അങ്ങനെ പെയ്തും കൊണ്ട് നിൽക്കന്നെ. അപ്പോൾ ഇക്കാടുപ്പ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഇത് റമദാൻ മാസത്തിൽ ഇക്കാടുപ്പാക്ക് കിട്ടിയതാട്ടോ, അരി കിട്ടിയതാണ്, സക്കാത്ത് കിട്ടിയത്. അത് അങ്ങനെ അവിടെ വെച്ചേക്കാട്ടോ. അവരിപ്പോൾ കുത്തരിയാണ് ചോറ് വയ്ക്കണത്, റേഷൻ പീടിയിൽ നിന്ന് കിട്ടണത്. അപ്പോൾ അവരതുകൊണ്ടാണ് ചോറ് വയ്ക്കുക. അപ്പോൾ അതങ്ങനെ അവിടെ ഇരിക്കണുണ്ട്. അപ്പോൾ ഉപ്പ അത് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവിടെ വെക്കണില്ല മോളെ, ഇത് നിങ്ങൾ വെച്ചോ പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ എന്തായി, മക്കൾ ഓരോരുത്തർ രണ്ടാളും നീച്ചു. ഇവർക്ക് ഉറക്കമൊന്നുമില്ല കേട്ടോ. വൈകുന്നേരം സമയം കുറേ കണ്ട്, പൈസയ്ക്കാണ് തീരെ ഉറക്കമില്ലാത്തത്. അപ്പോൾ അവൻ എന്തായാലും നേരം വൈകിട്ട് എപ്പോഴും നീക്കാട്ടോ. അപ്പോൾ അവൻ ഇനി എന്തായാലും ശനിയാഴ്ച കാരാട്ട പഠിക്കാൻ പോകാട്ടോ. അപ്പോൾ ഇക്കാടെ കൂട്ടുകാരൻ്റെ മോന് പോകുന്നുണ്ട്. അപ്പോൾ ഇവനും പോകണം എന്നൊരാഗ്രഹം കുറേ ദിവസമായി പറയണു, മാസങ്ങളോളമായി അവൻ അങ്ങനെ പറയണു എനിക്ക് കാരാട്ട പഠിക്കണം എന്ന്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, പോയിക്കോട്ടെ അല്ലേ. അപ്പോൾ ശനിയാഴ്ച അവൻ പോവാട്ടെ കാരാട്ടയ്ക്ക്. അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞു കാരാട്ടൊക്കെ പഠിക്കുന്നത് കൊള്ളാം പൈസയെ, ഇവിടെ വന്നിട്ട് ഇടിക്കാനും താത്താനെ ഇടിക്കാനും കുഞ്ഞോളനെ ഇടിക്കാനും ഒന്നും നിൽക്കരുത്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കേട്ടോ, ഞാൻ എന്താ ഈ കാരാട്ടൊക്കെ പഠിച്ചിട്ട് വലിയ ചെക്കനായിട്ട് ഉമ്മച്ചീനും ഉപ്പച്ചീനൊക്കെ ഇടിച്ച് പുറത്താക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇന്നലെ വൈകുന്നേരത്ത്. അപ്പോൾ അവൻ പറയണേ ഞാനൊന്നും അങ്ങനെ ചെയ്യില്ല. ഇന്നലെ വൈകുന്നേരം അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ചോദിക്കലൊക്കെ ഉണ്ടായി. അപ്പോൾ എന്താ ഇപ്പം അടുത്തൊരു ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടല്ലോ, അച്ഛനെങ്ങനെ തല്ലുണ്ട് മോന്. അപ്പോൾ ഇങ്ങനെ അടിയിൽ കമൻറ്റ് കണ്ടു, ചെറുപ്പത്തിലൊക്കെ കാരാട്ടയ്ക്കൊക്കെ പറഞ്ഞു വെച്ചില്ലേ, അതിൻ്റെ ഇതാണ് അച്ഛനോട് തീർക്കുക, സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഇടിക്കന്നെ. എന്ത് ഇടി അടിക്കുന്നത് നിങ്ങളെ ആരെങ്കിലും കണ്ട ഒരു വീഡിയോ കണ്ടങ്ങൾ ഇക്ക കാണിച്ചു തരാം കേട്ടോ. കണ്ടിട്ട് സഹിച്ചില്ല കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ
ഒക്കെ വലുതായി കഴിഞ്ഞാൽ സ്വത്തും പണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോന്നും ഇങ്ങനെ എന്ത് കിട്ടി അടിച്ചിട്ട് അതിന് മരിച്ചു തോന്നുന്നുണ്ടാവും ആ അച്ഛൻ. അങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മക്കളൊക്കെ വലുതാകുമ്പോഴൊക്കെ ചെറിയ പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യില്ല അത്രവേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞില്ലേ, ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ നോക്കി നാളികേരം ചോറ് ഊറ്റുമ്പോണ്ട് നാളികേരം ഇങ്ങനെ വീണിട്ട് ആ പാത്തിയൊക്കെ പൊട്ടിയിട്ടാണ്. അപ്പോൾ ഉണ്ടൊക്കെ റോട്ടിക്ക് പോയിക്കായിരുന്നു. അപ്പോൾ അപ്പുറത്തെ വീട്ടിലത്തെ ഷെബിത്താത്താടെ നാളികേരം വീണത്. അയൽവാസിയാണ്, അവരോടൊന്നും പറയാൻ പറ്റില്ലല്ലോ. നാളികേരം വീണതിന് ഇപ്പോൾ അവരോട് എന്ത് പറഞ്ഞിട്ട കാര്യം, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അയൽവാസിനായിട്ട് നമുക്ക് വെറുപ്പിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ സ്വന്തം എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അയൽവാസിയാണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ നാളികേരം ഇങ്ങനെ വീഴുന്നുണ്ട്. ഇത് നാശാവഞ്ഞ ഒന്നുമില്ല കേട്ടോ, ആകെ നാശമായി. ഫ്രണ്ടിലെ ഷീറ്റൊക്കെ നാശമായി. അപ്പോൾ എന്തായാലും ഇനി വേറൊരു പാത്തി ഇരിക്കുന്നുണ്ട്, അതെന്തായാലും വെക്കണം. അത് ഊരാൻ ആ ചേട്ടന്മാർ തന്നെ വേണം കേട്ടോ. അപ്പുറത്ത് വർക്ക്ഷോപ്പ് ഉണ്ട്, ആ ചേട്ടന്മാരോട് പറഞ്ഞാൽ തന്നെ ആ സംഭവം ഊരിയെടുക്കാൻ പറ്റുള്ളൂ. ആകെ പൊട്ടി ആകെ നാശമായി. ഇനിയുള്ള വെള്ളമൊക്കെ നമ്മുടെ അടുക്കളയുടെ അവിടേക്ക് തന്നെ വരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇനിയിപ്പോൾ നാളികേരം ഇനി വീണതിന് ഒരു ഭാഗമില്ല കേട്ടോ. അപ്പോൾ ഇക്കാട് ഉപ്പ അവിടെ ഇങ്ങനെ ചിരട്ട പറക്കി നടക്കുന്നുണ്ട്, വേറെ ഒന്നുമല്ല കേട്ടോ. ഞാൻ ഈ നാളികേരം ചിരകിയിട്ട് ഇടുന്ന ചിരട്ടൊക്കെ അങ്ങടെ വളപ്പിക്ക് ആ ഭാഗത്തേക്ക് ഇറങ്ങതേ. അപ്പോൾ ഉപ്പ വെള്ളം ചൂടാക്കണതാണ് കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നോട് പറയാം, മോളെ ചിരട്ടൊന്നും അങ്ങനെ ഇടല്ലേ, ഒരു അരിക്കിലേക്ക് കൂട്ടിയിടും, ഉപ്പ വന്നിട്ട് എടുത്ത് കൊണ്ടുപോയിക്കൊണ്ട് വെള്ളം ചൂടാക്കാനെന്നൊക്കെ പറയുക. അപ്പോൾ ഇക്കാട് ഉപ്പ ആ പറമ്പക്കൂടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേക്കൂടൊക്കെ നിങ്ങൾക്ക് കാണാം ഞാൻ മുറ്റടിക്കുമ്പോൾ. പിന്നെ മുറ്റടിക്കുമ്പോഴേക്കും ഇക്കാടേക്ക് നല്ല ആട്ട് കേട്ടു കേട്ടോ. നാളികേരം ഈ ഭാഗം അടിക്കണ ഭാഗം മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇക്ക അവിടെ ഉണ്ട്. ആ പാത്തി പൊട്ടിയത് ഇനി വേറെ വല്ല പാത്തി വെച്ചിട്ട് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതേന് പരക്കം പായുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ മുറ്റടിക്കുമ്പോൾ ഇന്ന് നല്ല അട്ടായിട്ടുണ്ട്. എൻ്റെ ഒരു മുറ്റടിൻ്റെത് മണ്ടയുമുള്ളത് കിട്ടും. എൻ്റെ ഒരു മുറ്റടിക്കില്ല. ആ തെങ്ങിൻ്റെ ചോട്ടിൽ നിൽക്കണ കണ്ടപ്പോഴേ മര്യാദയ്ക്ക് വേഗം അടിച്ചോട്ട് കയറിക്കോ പറഞ്ഞിട്ടാ. അപ്പോൾ അങ്ങനെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എനിക്ക് നല്ല ചീത്ത കേൾക്കുക അവിടെ നിന്നിട്ട്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചേ, ഓ ഈ ഒച്ച ഉണ്ടല്ലോ, അന്ന് ആ വീഡിയോ Q&A ചെയ്യുമ്പോൾ ഒച്ച ഉണ്ടിച്ചിങ്ങ് എല്ലാവർക്കും കേട്ടിരുന്നു വർത്താനം. ഇപ്പോൾ എന്താ കട ഒച്ച എന്നൊക്കെ പറഞ്ഞിട്ടാ. എന്നെ ചീത്ത പറയാൻ ഭയങ്കര നാവാ. ഇപ്പോൾ ആ സമയത്ത് ഒരു നാവൂല കേട്ടോ. അങ്ങനെയൊക്കെ അതാ കണ്ടില്ലേ, പാത്തിയൊക്കെ കിട്ടി, അവിടെ നിന്നൊക്കെ എടുത്ത് കൊടുന്നു. അപ്പോൾ സെറ്റാണ് കേട്ടോ, അത് സംഭവം ശരിയായിട്ടുണ്ട്. അപ്പോൾ അതവിടെ അങ്ങനെ വെക്കുകയാണ്. ഇനിയിപ്പോൾ ആ ചേട്ടന്മാർക്ക് ഒഴിവനുസരിച്ചിട്ട് ശരിയാക്കി തരാൻ പറഞ്ഞിട്ട് കേട്ടോ. അത് വേറെ ഇനി വെള്ളം ഈ അടുക്കളയുടെ ഭാഗത്തേക്ക് തന്നെ വരിക. അപ്പോൾ എനിക്ക് ദേഷ്യം വരുന്നൊക്കെ ഉണ്ട്. ഇനി ആ കള്ളി പിളിയാവില്ലേ, അതാലോചിച്ചിട്ടാ ഞാൻ അങ്ങനെ നിൽക്കണത്. അപ്പോൾ ഈ കാട്ട് കേട്ടിട്ടാ ഞാൻ വേഗം അടിച്ചു വരിയിട്ട് അങ്ങോട്ട് കയറി. അപ്പോൾ ആ ഭാഗമൊന്നും അടിച്ചു വരുന്നതൊന്നും ഞാൻ എടുത്തില്ല. നല്ല ആട്ട് കേട്ടിട്ടേക്ക് എൻ്റെ ഒരു ചൂലും കൊണ്ട് നടക്കൽ, മഴ പെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു അടിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടേക്ക് നല്ല ചീത്ത കേട്ടു. എന്താ ചെയ്യുക, എൻ്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. ഞാൻ ഒന്നും മിണ്ടിയില്ല കേട്ടോ. ചീത്ത പറയല്ലേ ഉണ്ടാണ്ടെന്നൊക്കെ കേട്ടു. വേഗം അങ്ങോട്ട് അടിച്ചു വരിയിട്ട് അങ്ങോട്ട് കയറി വീഡിയോ ഒക്കെ അവിടെ കൊണ്ടുവച്ചു കേട്ടോ. അപ്പോൾ ഇക്ക ഓടിയിടാൻ നിന്ന ആൾക്കാരൊക്കെ കേൾക്കും. ഭയങ്കര ഒച്ചയെ എന്നെ ചീത്ത പറയാൻ മാത്രം കേൾക്കും. ഭയങ്കര ഒച്ചയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞൊക്കെ അടുപ്പം തറ നടക്കുന്ന തുണിയും തോർത്തുമുണ്ടൊക്കെ എടുത്ത് അങ്ങോട്ട് അങ്ങോട്ട് തിരുമ്പി. അങ്ങനെ അതും കഴിഞ്ഞു കേട്ടോ. ഞാൻ അതിൻ്റെ മുകളിൽ മറ്റേ പാത്തിയുടെ മുകളിൽ ഞാൻ കുറച്ച് നേരം കുസ്തി പഠിക്കുകയൊക്കെ ചെയ്തു. ആകെ പൊട്ടി നാശമായി. ഞാൻ അവിടെ എത്തിച്ച് നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ. എന്താ ചെയ്യുക, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറൂറ്റിൽ കഴിഞ്ഞു. പരിപ്പ് കൂട്ടാനാട്ടോ വെച്ചേക്കണത്. പിന്നെ പയറുപ്പേരി വെച്ചിട്ടുണ്ട്. അപ്പോൾ കോഴിമുട്ട മീനൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ കോഴിമുട്ട പൊരിക്കാൻ ഇക്കന്നൊക്കെ റെഡിയാക്കി തന്നു കേട്ടോ. ഞാനൊന്നും ചെയ്യുന്നത് കാണാനില്ല. അപ്പോൾ കോഴിമുട്ട ഞാൻ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ ചെയ്യുന്നത് കാണാനില്ലേ. അപ്പോൾ ഇക്കൊക്കെ ശരിയാക്കി തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ മുട്ട അങ്ങോട്ട് പൊരിച്ചോ പറഞ്ഞിട്ടാ. അപ്പോൾ ഇക്കെന്നാൽ ശരി ഞാൻ മുട്ട പൊരിച്ചുകൊണ്ട് എന്തായാലും പണിക്കൊന്നും പോകണില്ലല്ലോ, കച്ചവടത്തിനൊന്നും പോകണില്ല. ഈ മഴയൊക്കെ കാരണം പോകാൻ പറ്റുന്നില്ല കേട്ടോ. സാധനങ്ങളൊന്നും വണ്ടിയിൽ കയറ്റിയിട്ട് ആകെ നനയുള്ളൂ. അങ്ങനെ അത് കാരണം കച്ചവടത്തിന് പോകണില്ല കേട്ടോ. അപ്പോൾ ഇക്ക വീട്ടിൽ എൻ്റെ ഒപ്പം ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് തരും. തല്ലു കൂടിയിട്ടും ഓരോന്നും പറഞ്ഞിട്ടും ഇങ്ങനെ നിൽക്കൂട്ടാ. അത് കാരണം ഒരു സൗകര്യം തരുന്നില്ല, കൂട്ടാനായില്ലേ. ഭയങ്കര വിശപ്പാണ്. ഇപ്പം മഴയൊക്കെ അല്ലേ, ഒരു പണിക്കൊന്നും പോകാത്ത കാരണം വീട്ടിലിരിക്കുന്ന കാരണം ഭയങ്കര വിശപ്പാണ്. ഒരു 12:30 ആകുമ്പോഴത്തേനും തുടങ്ങും ചോറ് കൂട്ടാനായില്ലേ അതായില്ലേ എന്ന് വെച്ചിട്ട്. ഇപ്പോൾ ഈ ചുടുമ്പോൾ എന്നോട് പറയേണ്ടത് എന്താ വെച്ചിട്ടാ, എന്താണെന്നറിയില്ലടി ഭയങ്കര വിശപ്പാണ്, വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന കാരണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയട്ടെ എൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെ ചോറെടുക്കലൊക്കെ കഴിഞ്ഞു വന്നു. വെള്ളിയാഴ്ച അല്ലേ, പള്ളിക്കൊന്ന് പോകണം. അപ്പോൾ ചോറ് കഴിച്ചിട്ട് തന്നെയൊക്കെ പോവുക. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുക. അപ്പോൾ ചോറിനപ്പോൾ ഞാൻ ചോദിച്ചേ എങ്ങനെയുണ്ട്, കൂട്ടാനൊക്കെ അടിപൊളിയായിട്ടുണ്ടോ, പയറുപ്പേരും പരിപ്പ് കൂട്ടാനൊക്കെ അല്ലേ.
മുട്ട പൊരിച്ചതൊക്കെ ഇങ്ങനെ ഇഷ്ടമായി. ഞാൻ എന്ത് കൂട്ടാൻ വെച്ചിട്ട് ചോറ് തിന്നുമ്പോൾ രസമുണ്ടോ എന്ന് ചോദിക്കൂട്ടാ. അത് ചോദിച്ച് ശീലമായി. അപ്പോൾ ആ രസമൊക്കെ ഉണ്ട്. ഏറ്റവും സൂപ്പറായത് മുട്ട പൊരിച്ചത് ആയപ്പോഴാണ് അടിപൊളി ചെയ്ത് പറഞ്ഞിട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ എന്നും കൂട്ടാനൊക്കെ തന്നെ വെച്ചു, അപ്പോൾ എന്നും അടിപൊളിയാവും പറഞ്ഞപ്പോഴേ അപ്പോൾ പറയാം എന്നോടൊരു തമാശ പറയാൻ പറ്റില്ല അത്ര, എന്താ ചെയ്യുക, ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഓരോന്നും പറഞ്ഞ് ചോറേക്കലും കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു, എൻ്റെ അടുപ്പും തറ തുടക്കൽ കഴിഞ്ഞു. ഇക്കതാ പള്ളിക്ക് പോവാട്ടാ. ഇനി പള്ളി പിരിഞ്ഞ് വരുമ്പോഴത്തേനും അങ്ങോട്ട് നിലമൊക്കെ അങ്ങോട്ട് തുടയ്ക്കാം. വേഗം ഉണങ്ങണേ ഇല്ലാട്ട കേസ്, ഇങ്ങനെ നനഞ്ഞിട്ട് നിൽക്കുക, ഉണങ്ങാൻ ഭയങ്കര പാടാട്ടാ. അപ്പോൾ ഇക്ക പള്ളി പോകാനായപ്പോണ്ട് സുടുണ്ട് ബൈക്കിൻ്റെ മുകളിൽ കയറിക്കുക. അപ്പോൾ ആകെ പൂച്ചയുടെ രോമാട്ടാ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടയ്ക്കുകയാണ്. ഇക്കാക്ക് ദേഷ്യമായിട്ട് ഇന്നലെ അടുപ്പം തറ മുകളിൽ കൂടെ നടക്കുന്നത് ഇക്കയാണ് കണ്ടത് പൂച്ചയെ. അതിൻ്റെ രോമം എങ്ങാനും ഭക്ഷണത്തിൽ വന്ന് കുട്ടികളും നമ്മളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം, വയറുവേനൊക്കെ വരും. അപ്പോൾ ഉക്കാക്ക് ഭയങ്കര ദേഷ്യമായിട്ടാണ് പൂച്ചേനെ, അല്ലെങ്കിൽ ഭയങ്കര സ്നേഹം കാണിക്കുന്നുണ്ട്. അപ്പോൾ വല്ലാണ്ട് ഈ അടുപ്പിക്കണ്ട കേട്ടാ, സൂട് ഒത്തിരി കളി കൂടുന്നുണ്ടെന്ന് പറയുകയാണേ. അങ്ങനെ ഇക്ക പള്ളിക്ക് പോയിട്ടാ. ഇക്ക പള്ളിക്ക് പോയി വരുമ്പോഴത്തേനും എൻ്റെ തുടക്കലും കഴിഞ്ഞു, ചോറയ്ക്കലും കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു കേട്ടാ. ഇനിയിപ്പോൾ ഉള്ള വീഡിയോസൊന്നും അതൊന്നും ഞാൻ വീഡിയോ എടുത്തൊന്നുമില്ല. ഇനിയിപ്പോൾ ഉള്ളത് മക്കൾ വരാറാകുമ്പോൾ ഇന്നലെയൊക്കെ കൊള്ളി മേടിച്ചപ്പോൾ പച്ചപ്പയറൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത്തിരി നാടൻ പഴം കിട്ടിയപ്പോൾ മേടിച്ചു വിട്ടാ. അപ്പോൾ അത് ഇത്തിരി അണ്ടിപ്പരിപ്പ് മേടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സ്നാക്സ് ഉണ്ടാക്കി, പഴം പിന്നെ നാളികേരമൊക്കെ ഇട്ടിട്ട് ഒരു ഉണ്ട പോലെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തത് ഭയങ്കര ഇഷ്ടമായിട്ടാ. നല്ല ടേസ്റ്റ് അങ്ങനെ കഴിക്കാൻ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇക്കത് ഒരു ഗ്ലാസ് ചായ ഇതൊക്കെ എടുത്ത് സിറ്റൗട്ടിൽ പോയിരുന്നിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മഴ തന്നെ പെയ്യണം, ഭയങ്കര മഴ. കുട്ടികളൊക്കെ ഇത്തിരി നനഞ്ഞിട്ട് തന്നെ വന്നു കേട്ടോ, മഴ കൊണ്ടിട്ടാണ് വന്നത്. അപ്പോൾ പിള്ളേർ വരാറാകുമ്പോഴും പോവാറാകുമ്പോഴും ഈ മഴ തന്നെ. അപ്പോൾ അങ്ങനെ എന്തായി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് മതിയാവും ചെയ്തില്ല കേട്ടോ കുട്ടികൾക്ക്. രണ്ടെണ്ണാഴ്ച എല്ലാവർക്കും കിട്ടി, പക്ഷെ എന്നാലും മതിയായില്ല. അങ്ങനെ ഉണ്ണിമോള് സ്കൂൾ വിട്ട് വന്നപ്പോൾ അതാ പുളിയച്ചാറ് കൊണ്ടുവന്നിക്കുക. അപ്പോൾ അവർക്കൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അവള്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയാണ് കേട്ടോ. അല്ലാണ്ട് ഓവറായിട്ട് ഞാൻ വീഡിയോ എടുത്ത് കൂട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ കുഞ്ഞോള് ഇതാ അവിടെ ഡ്രസ്സൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവൾക്ക് ഭയങ്കര നാണം. അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാനായിട്ട്. പുതിയതായിട്ട് കാണുന്നവർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇട്ടോളേട്ടാ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ കാണാം. ടാറ്റാ.